എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. അവ ഇപ്രകാരമാണ്. അവൻ ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. യേശുനാഥൻ ഇന്ന് നമ്മളോട് പറയുന്ന ഉപമ ഫലം തരാത്ത വൃക്ഷത്തിൻ്റെ ഉപമയാണ്. ഈ ഉപമ ധ്യാനിക്കുന്ന വേളയിൽ നമ്മുടെ ജീവിതത്തെ കൂടെ നമുക്ക് ഉറച്ച് ധ്യാനിക്കാൻ ശ്രമിക്കാം. എന്ത് ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ യേശുനാഥന് കൊടുക്കുന്നത്? ഈ ഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 2 തരത്തിലുള്ള ഫലങ്ങളെ പറ്റിയിട്ട് കൂടെ നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എത്തരത്തിലുള്ള ഫലങ്ങളാണ് പുറപ്പെടുവിക്കപ്പെടുന്നത്? ഈ 2 കാര്യങ്ങളെ പറ്റിയിട്ട് ആഴമായിട്ട് ഒന്ന് ധ്യാനിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് കരുതുന്നു. അതായത് നമ്മൾ ഒന്നാമതായിട്ട് എടുക്കുന്ന കാര്യം, നമ്മുടെ ഹൃദയങ്ങൾ എപ്രകാരമാണ് യേശുവിന് നല്ല ഫലങ്ങളായിട്ട് മാറിയിട്ടുള്ളത്. അതായത് സ്വർഗ്ഗരാജ്യത്തിൻ്റെ നന്മകളും സ്വർഗ്ഗരാജ്യത്തിൻ്റെ കൃപകളും നമ്മുടെ ഹൃദയങ്ങളിൽ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ അശുദ്ധി കൊണ്ടും അല്ലെങ്കിൽ മലിനമായിട്ടും പലപ്പോഴും മാറിപ്പോയതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗരാജ്യത്തിന് ഇടം ലഭിക്കാതെ പോയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ആ സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിയാതെ പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സ്വർഗ്ഗരാജ്യത്തിന് വേണ്ട രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാനായിട്ട് പലപ്പോഴും സാഹചര്യങ്ങളിലും നമുക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ജഡികമായ അഭിലാഷങ്ങൾ കൊണ്ട്, ജഡികമായ ഒത്തിരി ആഗ്രഹങ്ങൾ കൊണ്ട്, വ്യർത്ഥമായ ചിന്തകൾ കൊണ്ട് ഒക്കെ നമ്മുടെ ഹൃദയങ്ങൾ സ്വർഗ്ഗരാജ്യത്തിന് എതിരായിട്ട് നിന്നു പോയിട്ടുണ്ട്. അപ്പോൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കില്ല. ഇനി രണ്ടാമതായിട്ടുള്ളത്, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? അതായത് സ്വർഗ്ഗരാജ്യത്തിൻ്റെ നന്മകളും സ്വർഗ്ഗരാജ്യത്തിൻ്റെ സൗഭാഗ്യങ്ങളും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എപ്രകാരമാണ് പ്രദാനം ചെയ്തിട്ടുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കുക. ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. അതായത് സ്നേഹം നൽകാൻ കഴിയാതെ പോയ സാഹചര്യങ്ങൾ, മറ്റുള്ളവർ വിധിച്ചു പോയ സാഹചര്യങ്ങൾ, മറ്റുള്ളവരുടെ നന്മകൾ കാണാതെ പോയ സാഹചര്യങ്ങൾ, ഇതിലൊക്കെ നമ്മൾ ഫലം പുറപ്പെടുവിക്കാത്തവരായിട്ട് മാറുകയാണ്. നേരെ മറിച്ച് ഇന്ന് നമ്മൾ എടുക്കുന്നൊരു തീരുമാനം ഇപ്രകാരമായിരിക്കണം: എൻ്റെ ഹൃദയത്തിൽ യേശുവിൻ്റെ നന്മകൾ വിളനിലമാകാനായിട്ട് ഞാൻ അനുവദിക്കും. അതായത് ആ നിലത്തിന് ഉടമയായ ദൈവത്തിന് എൻ്റെ ഹൃദയത്തെ ഞാൻ വിട്ടുകൊടുക്കും എന്നൊരു തീരുമാനം നമുക്കെടുക്കാം. അതുവഴി സ്വർഗ്ഗരാജ്യത്തിൻ്റെ നന്മകളും ഫലങ്ങളും എൻ്റെ ഹൃദയത്തിലും പൂവിടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ദൈവം ഒരിക്കൽ കൂടെ വരുമ്പോൾ, വിധികർത്താവായ ദൈവം ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളെ സന്ദർശിക്കുമ്പോൾ അവ സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് ഉള്ളവയായിട്ട് മാറട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും അവരെ വിധിക്കാതെ അവരെ എപ്പോഴും സ്നേഹിക്കാനായിട്ട്, അവരോടൊപ്പം കൂടെ നിൽക്കാനായിട്ട്, അവരുടെ വിഷമതകളിൽ അവർക്കൊപ്പം നിൽക്കാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ട് ഒരല്പം പ്രാർത്ഥനയെങ്കിലും നടത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുവഴി സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഓരോ വ്യക്തികളുമായിട്ട്, ഓരോ മക്കളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിന് യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഈശോയെ, ഇന്നേ ദിവസം ഞാൻ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലപ്പോഴും സ്വർഗ്ഗരാജ്യത്തിനെതിരായിട്ട് പോയിക്കൊണ്ട് സ്വർഗ്ഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയാത്തവരായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട്. ആ സന്ദർഭങ്ങളെ ഓർത്ത് ഈശോയെ, അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഈ നിമിഷം ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. ഈശോയെ, സ്വർഗത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറും. അതിനുള്ള കൃപ ഈശോ ഞങ്ങൾക്ക് നൽകണമേ.
ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് നല്ല വിളനിലയമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും അങ്ങേക്ക് വിട്ടു നൽകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥവും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, എപ്പോഴും അങ്ങയുടെ പുത്രന് അനുയോജ്യരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് സഹായം നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അതോടൊപ്പം പ്രകൃതിക്ഷോഭത്താൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും കൊണ്ടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ ജീവിതത്തിൽ യേശുനാഥൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. എത്രയും പെട്ടെന്ന് എല്ലാവിധ സങ്കടങ്ങളിൽ നിന്ന് തരണം ചെയ്തുകൊണ്ട് സമാധാനപൂർണ്ണമായൊരു ജീവിതം അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.